ഇത് അർച്ചന മാമാണ്. അർച്ചന രാംനാഥ് വെല്ലാട് ട്രെയിനറാണ്. എനിക്ക് ഇൻസലൂൺ ട്രെയിനിങ് തരാൻ വന്നതാണ്. ഇന്നത്തെ ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറയുന്നത് കളറിനെ കുറിച്ചാണ്. അപ്പം മാം നന്നായിട്ട് ട്രെയിനിങ് തരുന്ന ഒരാളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാമിൻ്റെ ട്രെയിനിങ്. എൻ്റെ പാർലറിൽ വന്ന് എനിക്ക് ട്രെയിനിങ് തരുന്നതിന് വെല്ലായോടും അർച്ചന മാമിനോടും വളരെയേറെ നന്ദി. താങ്ക് യു. But I'm so frustrated. സെക്ഷനാണ് കൊഫ എടുക്കുക, എഴുതെടുക്കുക. ഓക്കെ, ഇതാണ് ഏറ്റവും ബേസ് ടെക്നിക്കിൽ ബാല്യം ചെയ്യുന്ന ടെക്നിക്ക്. പിന്നെ അറിയാലോ, ഓരോ സെക്ഷൻ നമ്മൾ എടുക്കുന്നു, അതിൻ്റെ അകത്ത് നമ്മൾ ഇങ്ങനെ ആ ഒരു ഇത് കൊടുക്കുന്നു. ഇവിടെ ഇന്നിപ്പോൾ നമുക്കിപ്പം അതേ പ്രൊഫൈലും അതേ രീതിയിൽ തന്നെയാണ്. നമുക്ക് എന്താ വെച്ചാൽ ആർക്ക് ഒത്തിരി വലിയ കളേഴ്സ് വേണ്ട, ഒത്തിരി കളേഴ്സ് വേണ്ട. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് നാച്ചുറൽ നമുക്ക് വിട്ട് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ നമ്മളിങ്ങനെ സെക്ഷൻ ഇങ്ങനെ എടുത്തിട്ട് ഒരിക്കലും നമ്മൾ ഇവിടെ നിൽക്കാൻ പാടില്ല. ഈ സെക്ഷൻ എവിടെയാണോ ആ സെക്ഷനെ ഫേസ് നമ്മൾ നിൽക്കുക. ഇവിടെ ഇങ്ങനെ പിടിച്ചു, നമ്മളിവിടെയാണ് നമ്മളിങ്ങനെ ഡ്രോ ഓൺ ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് അടുത്ത സെക്ഷൻ എടുക്കുക, ആ സെക്ഷൻ നമ്മൾ വിടുക ചെയ്യുന്നത്. 1:1 ഹാഫാണ്, അല്ലാണ്ട് ഇത്രയും തിക്കായി ചെയ്യാതെ. എന്നിട്ട് വൺസ് ഞാൻ എടുത്തിട്ട് ഉണ്ടോ പ്രൊഡക്റ്റ് ഞാൻ ഇത്രയും എടുത്തു. എവിടെ നിന്നാണ് കളർ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് തീരുമാനിക്കാം. എനിക്ക് ഇവിടെ നിന്ന് മതി, ഇവിടെ നിന്ന്. അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് എൻ്റെ ബ്രഷിനെ ഞാൻ ഇങ്ങനെ കിടത്തിയിട്ട് ഞാൻ താഴെ വരുക. വന്നിട്ട് ഇപ്പം ഈ പോർഷൻ എങ്ങനെ ഉണ്ട് കളറൊക്കെ ചുമ്മാ ഫ്ലാറ്റ് ആയിട്ടല്ലേ കിടക്കുന്നു. അപ്പോൾ ഞാൻ വേറെ ബ്രഷ് എടുത്തു. ഇവിടെ ഇപ്പോൾ കുറച്ച് അധികം ക്രീമില്ലേ, ഇതിനെ ജസ്റ്റ് ഇങ്ങനെ മുകളിലോട്ട് തൂത്ത് കൊടുക്കാം. എന്തിനാ? ഒരു ഷാഡോ ഞാൻ വെച്ചെടുക്കുക. ആ എൻസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക, തേച്ചൊട്ടിക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഒരു സെക്ഷൻ കഴിഞ്ഞു. ഇതിൻ്റെ മുകളിൽ അടുത്ത് വെച്ച് അടച്ചെടുക്കുക.
ട്രെയിനിങ്ങിൽ മാം എന്നെ പഠിപ്പിച്ച് തന്നിരിക്കുന്ന ബലയാഷ് ടെക്നിക്കാണ്. ബലയാഷ് ടെക്നിക്ക് എല്ലാവർക്കും പേടിയാണ് ചെയ്യാനായിട്ട്, ഒത്തിരി ആവുമോ എന്നുള്ളത്. ബലയാജിനെ കുറിച്ച് മാം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. ഹായ്, നമ്മളിപ്പോൾ മിക്കവർക്കും കവറിങ് ഒക്കെ ചെയ്യാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഒക്കെ ആയിരിക്കും. പക്ഷെ അറ്റ് സെയിം ടൈം അവർക്ക് ഈ ബാലയാജ് എന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി ഭയങ്കര ഹെവിയാണ്, അല്ലെങ്കിൽ നമുക്ക് പറ്റുമോ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ അത് പറ്റുമോ എന്നുള്ള ഒത്തിരി പേർക്ക് ആഗ്രഹമുണ്ട്. അറ്റ് സെയിം ടൈം അവർക്ക് അതൊരു ബുദ്ധിമുട്ടാണ് ഹാൻഡിൽ ചെയ്യാനായിട്ട്. സോ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഒരു ബലയാജ് ടെക്നിക്കാണ്. അറ്റ് സെയിം ടൈം ഒത്തിരി വിസിബിലിറ്റി അത് നമ്മൾ കാണിച്ചിട്ടില്ല. അതായത് ഒത്തിരി നമ്മുടെ നാച്ചുറൽ ഹെയർസ് ഒക്കെ നമ്മൾ ഒത്തിരി കൊടുത്തിട്ട്, അതായത് നമ്മൾ എന്താ പറയുക, നമ്മൾ ഹൈലൈറ്റ്സ് ഒക്കെ ചെയ്യത്തില്ലേ, ആ ഹൈലൈറ്റ്സ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് എല്ലാ ഭാഗത്തും നമുക്ക് ആ കളർ കാണാനും പറ്റും. അറ്റ് സെയിം ടൈം നമുക്ക് ആ ഒരു വെർജിൻ ഹെയർ നമുക്കിവിടെ നമുക്കിവിടെ കാണാനും പറ്റും. ആ രീതിയിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിന്റെ ബാക്ക് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെയാണ് അതിന്റെ ബാക്ക് സൈഡ്. അത്യാവശ്യം വിസിബിലിറ്റിയും ഉണ്ട്. അറ്റ് സെയിം ടൈം ഒത്തിരി നമുക്ക് അവിടെ നമ്മൾ കൊടുത്തിട്ടില്ല, ഇത്രയൊക്കെ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ബാലയാജ് ടെക്നിക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഈ കുട്ടി ആവശ്യപ്പെട്ട പ്രകാരമാണ് നമ്മൾ റെഡ് കൊടുത്തത്. ഇറ്റ്സ് എ റെഡ് മഹാഗണി ഷെയ്ഡാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. താങ്ക് യു. ഇന്നത്തെ എൻ്റെ വെല്ല ട്രെയിനിങ്ങിലെ മോഡലായിരുന്നു. പേര് അമൃത, കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ് മോള് വന്നിരിക്കുന്നത്. റെഡാണ് മോൾക്ക് ആവശ്യം. പക്ഷെ റെഡ് കളർ നല്ല സൂപ്പറായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. മാമിന്റെ ഗൈഡൻസിലാണ് ഞാൻ ചെയ്തത്. മാം എല്ലാം നല്ല നീറ്റായിട്ടും ക്ലീൻ ആയിട്ടും എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. താങ്ക് യു വെല്ല ആൻഡ് താങ്ക് യു അർച്ചന മാം. ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് സിൻഡ്രല്ല ബ്യൂട്ടി കോൺസെപ്റ്റ്സിലാണ്. വെല്ലയുടെ ട്രെയിനിങ്ങിന് ഞാൻ അറിഞ്ഞത്തെ മുതൽ അവർ കുറേ ഫോട്ടോസും കളേഴ്സും എനിക്ക് കളർ ഷെയ്ഡും എനിക്ക് കാണിച്ചു തന്നു, റെഫറൻസ് ചെയ്തു. അതിൽ ഞാൻ റെഡാണ് ചൂസ് ചെയ്തത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല രീതിയിൽ ജാസ്മിൻ മാമും അർച്ചന മാമും സപ്പോർട്ട് ചെയ്ത് തന്നെ. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇവർ കൂളായിട്ട് എല്ലാം സെറ്റാക്കി. താങ്ക് യു. അർച്ചനയാണ് ഞാൻ, വെല്ലയുടെ ട്രെയിനറാണ്. ഇത് ജാസ്മിൻ. ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയത്തുള്ള സിൻഡ്രല്ല ബ്യൂട്ടി കോൺസെപ്റ്റ്സിനാണ്. ഞാൻ ഇങ്ങനെ വന്നത് ഒരു ഇൻസിഡൻറ്റ് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. ആക്ച്വലി ജാസ്മിനെ കുറിച്ച് പറഞ്ഞെങ്കിൽ ഒത്തിരി പറയാനുണ്ട്. ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജാസ്മിനെ. കാരണം വെച്ചാൽ ജാസ്മിൻ നല്ലൊരു ഹാർഡ് വർക്കറാണ്, ഭയങ്കര പാഷനേറ്റ് ആണ്, നല്ല രാവിലെ പറയാം ഹാർഡ് വർക്കിംഗ് ആണ് പുള്ളിക്കാരത്തി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പുള്ളിക്കാരത്തി എപ്പോഴും ഒത്തിരി കാര്യങ്ങൾ പഠിക്കാറുണ്ട്. എവിടെ ട്രെയിനിങ് ആണെങ്കിലും പുള്ളിക്കാരി ഓടിയെത്തും. സീരിയസ്ലി നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. സോ എനിക്ക് എപ്പോഴും പുള്ളിക്കാരെ കാണുമ്പോൾ എനിക്ക് എന്താ പറയുക, ഒരു അസൂയ ഉണ്ടില്ലെന്ന് ഞാൻ പറയാറില്ല. അത്ര ആക്റ്റീവാണ് ആള്. സോ ഭയങ്കര പാഷനേറ്റ് ആണ്. അത് ഷോർട്ട് ഫോമിൽ പറഞ്ഞാൽ ആൾ ഭയങ്കര പാഷനേറ്റ് ആണ്. സോ റിയലി ഗുഡ്, കീപ് ഇറ്റ് അപ്പ്.